യോഗയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക്. കാരണം നമ്മുടെ ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാം ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ലൈവായിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരാൻ പോകുകയാണ്. സ്പെഷ്യൽ സബ്ജക്റ്റൊക്കെ ആയിട്ട് ഞങ്ങൾ വരാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ ദിവസങ്ങളിൽ ദൈവം വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ മെസ്സേജുകൾ, ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, തലമുറകളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ ഫൈനാൻസ് മേഖലകളിൽ ഒക്കെ കർത്താവ് വലിയ മാറ്റങ്ങളാണ് ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തോടെ നിങ്ങളിത് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തലങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് നടക്കുന്ന ഈ ഹാർട്ട് ടു ഹാർട്ട് പ്രോഗ്രാം നിങ്ങൾ കാണണം, മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാനും വാഴ്ത്തുവാനും ഉയർത്തുവാനും ഉള്ളൊരു അവസരമാണ് ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെ നടക്കാനായിട്ട് പോകുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ്, കീ സ്പോൺസറാണ് UK യിൽ നിന്ന് സുഭാഷ് ആൻഡ് ഫാമിലി. നമ്മുടെ തിരുവനന്തപുരം ബ്ലെസ്സിംഗ് ടുഡേ ചേർച്ചിൻ്റെ ലീഡേഴ്സായിരുന്നു. അവർ UK യിലാണ്. ഇന്ന് ഭാര്യ ശ്രീലക്ഷ്മിയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ശ്രീലക്ഷ്മി. കർത്താവ് ധാരാളമായി മോളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ കർത്താവെ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവിക ആരോഗ്യമുണ്ടാകുവാൻ ബ്ലെസ്സിംഗ് ടുഡേയുടെ നേതൃത്വത്തിൽ UK യിൽ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളും അനുഗ്രഹം പ്രാപിക്കേണ്ടതിനായി സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത ഒരു സ്പോൺസർ ഉള്ളത് അടിമാലിൽ നിന്ന് ആരോൺ ആണ്. താങ്ക് യു ആരോൺ. കർത്താവെ ആരോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ആരോഗ്യമുണ്ടാകുവാൻ, ഭവനം ലഭിക്കുവാൻ, അവരുടെ വർക്ക്ഷോപ്പ് അനുഗ്രഹിക്കപ്പെടുവാൻ, അടിമാലിയും രാജാക്കാടുമുള്ള ബ്ലെസ്സിംഗ് സെൻറ്ററുകൾ അനുഗ്രഹം പ്രാപിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഇന്ന് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നാളത്തെ മീറ്റിംഗ് ഞാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന സ്പെഷ്യൽ മീറ്റിങ്ങിലേക്ക്, വർക്കലയിൽ വെച്ച് നടക്കുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാളെ നമുക്ക് ഒരുമിച്ച് അവിടെ കാണാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഫിലിപ്പിയ ലേഖന പഠന പരമ്പരയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2 അധ്യായം ദൈവകൃപയാൽ തീർക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ. കർത്താവെ, 2 അധ്യായങ്ങൾ തീർക്കാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഇനിയുള്ള 2 അധ്യായങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം, വെളിപാടിൻ്റെ ആത്മാവ് ഞങ്ങളിൽ ഉണ്ടാകട്ടെ. കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അന്തരംഗത്തിൽ സത്യം ഗ്രഹിപ്പിക്കണമേ. വലിയ ലൈഫ് ചേഞ്ച് ഉണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ, യേശുവിൻ നാമത്തിൽ. ആമേൻ. എത്ര പേർക്ക് ഫിലിപ്പ് ലേഖന പഠനം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയാനൊരു താല്പര്യമുണ്ട്? എല്ലാവർക്കും ഉണ്ടാവില്ലേ? നിങ്ങൾക്കാണെങ്കിലും ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഒന്ന് എനിക്ക് മെസ്സേജ് അയക്കണം. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടാലും വളരെ സന്തോഷമാണ്. എങ്ങനെ പോകുന്നു എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഗോഡ് ബ്ലസ് യു. നമുക്ക് 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഒന്ന് നോക്കാം. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു. ഇതാണ് 1-ാം വചനം. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ്, തൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന് 2-ാം അധ്യായത്തിലേക്ക് എത്തി. വളരെ പ്രധാനപ്പെട്ട യേശുവിൻ്റെ മനോഭാവത്തിൽ ജീവിക്കുന്ന കാര്യം പറഞ്ഞ ശേഷം 2 ശിഷ്യന്മാരുടെ കാര്യം അവതരിപ്പിച്ചു, തിമോത്തിയോസും എപ്പഫ്രാദിത്തോസും. പെട്ടെന്ന് അടുത്തൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, ഫിലിപ്പിലുള്ള എൻ്റെ ബ്രദേഴ്സ്, കർത്താവിൽ സന്തോഷിപ്പിൻ. ഒന്ന് പറഞ്ഞേ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. എന്നുവെച്ചാൽ കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് വീണ്ടും വീണ്ടും എഴുതുന്നതിൽ എനിക്ക് മടുപ്പൊന്നുമില്ല. നിങ്ങൾക്കത് ഉറപ്പുമാകും. ജയിലിൽ കിടക്കുന്നൊരു മനുഷ്യന് സന്തോഷമുണ്ടാവും. ജയിലിൽ കിടക്കുന്നൊരു മനുഷ്യൻ സന്തോഷത്തെ പ്രൊമോട്ട് ചെയ്യുമോ? ചിന്തിക്കുക. നിങ്ങളിന്ന് ജീവിതം ഒരു സ്ഥലത്ത് കുരുങ്ങിക്കിടക്കുകയാണെന്നിരിക്കട്ടെ, ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യമില്ല, ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ, ആഗ്രഹിക്കുന്ന
സൗകര്യങ്ങളില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സന്തോഷിക്കാൻ പറ്റുമോ? അതിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. ഒടുവിൽ സഹോദരന്മാരെ സന്തോഷിപ്പിൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കർത്താവിൽ സന്തോഷിപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ചില ആളുകളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ഉദാഹരണത്തിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രണ്ട് വീട്ടിൽ വരികയാണ്. കുറേ നാൾ ഒരുമിച്ചുണ്ടായിരുന്ന, ഒരുമിച്ച് പഠിക്കുകയോ വർക്ക് ചെയ്യുകയോ ചെയ്തൊരു ഫ്രണ്ട് കുറേ ഗ്യാപ്പിന് ശേഷം വീട്ടിലേക്ക് വരിക, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ചില ആളുകളുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചില റിലേറ്റീവ്സ്, ചില കസിൻസ്, ആരെങ്കിലുമൊക്കെ. പൗലോസ് പറയുന്നത് കർത്താവിൽ സന്തോഷിപ്പിൻ. കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. 16-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് അതാ പറയുന്നത്, നിൻ്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുക, പ്രാർത്ഥിച്ച് തീരുന്നത് വരെ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു, ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞ് എഴുന്നേറ്റു. അതിൻ്റെ അർത്ഥം നമ്മൾ കർത്താവിൻ്റെ അടുക്കലോട്ട് എത്തിയില്ല എന്നാണ്. കർത്താവിൻ്റെ അടുക്കൽ എത്തിയാൽ എങ്ങനെ അറിയാൻ പറ്റും? കർത്താവിൻ്റെ അടുക്കൽ എത്തിയ സന്തോഷം കൊണ്ട് നിറയും. റോമാലേഖനം 14:17 അതല്ല പറയും, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും കർത്താവിലെ ദൈവരാജ്യത്തിലെ പരിശുദ്ധാത്മാവിലെ സന്തോഷവും അത്രേ. സോ പരിശുദ്ധാത്മാവ് വന്നു, പരിശുദ്ധാത്മാവിൻ്റെ അടുക്കിലേക്ക് നമ്മളെത്തി എന്നൊക്കെ മനസ്സിലാകുന്നത് സന്തോഷം കൊണ്ട് നിറയുമ്പോഴാണ്. എനിവേ, നമുക്ക് പൗലോസ് ഇവിടെ പറഞ്ഞു വരുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ചാപ്റ്റേഴ്സ് ഓഫ് ദി എൻറ്റയർ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. മൊത്തം വേദപുസ്തകത്തിൽ തന്നെ മഹത്തായ അധ്യായങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ 3-ാം അധ്യായം. കാരണം ഇതിൽ ഉള്ള കാര്യങ്ങൾ പറയാം. അതായത് മൊത്തത്തിൽ 3-ാം അധ്യായം എടുത്താൽ നമ്പർ 1, സം ഓഫ് പോൾസ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ബിലീവേഴ്സ്. വിശ്വാസികൾക്കുള്ള വ്യക്തമായ ശക്തമായ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹിസ് വാർണിംഗ് അഗെയിൻസ്റ്റ് ഫാൾസ് ടീച്ചിങ്, ദുരുപദേശങ്ങൾക്കെതിരെയുള്ള ശക്തിയേറിയ മുന്നറിയിപ്പ് ഇതിനകത്തുണ്ട്. ഹിസ് പേഴ്സണൽ ടെസ്റ്റിമോണി, ദിസ് ഈസ് അമേസിങ്. സ്വന്തം സാക്ഷ്യം, പൗലോസിൻ്റെ സ്വന്തം സാക്ഷ്യം ഈ 3-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അടുത്തത് ദ ഡെക്ലറേഷൻ ഓഫ് ഹിസ് വിഷൻ ആൻഡ് പാഷൻ. തൻ്റെ ദർശനവും ആവേശവും എന്തിലാണ് കിടക്കുന്നത് അദ്ദേഹം 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എ ഡിമാൻഡ് ടു ഫോളോ ഹിസ് എക്സാമ്പിൾ, തൻ്റെ മാതൃക പിന്തുടരുവാനുള്ളൊരു നിർദ്ദേശവും ഇതിനകത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഈ 2-ാം അധ്യായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ 2-ാം അധ്യായത്തിലാണ് യേശുവിനെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ ക്രോഡീകരിച്ച വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഭാഗം 5 മുതൽ ഇങ്ങോട്ട് കിടപ്പുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ ഏകദേശം 11 വരെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ അധ്യായത്തിലാണ് പൗലോസ് തൻ്റെ സാക്ഷ്യത്തോടൊപ്പം he is speaking about some of the important principles that governed his life. തൻ്റെ ജീവിതത്തെ മൊത്തം പ്രത്യേക ഭ്രമണപഥത്തിലൂടെ കൊണ്ടുപോയ, അല്ലെങ്കിൽ ട്രാക്കിലൂടെ കൊണ്ടുപോയ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ജീവിത തത്വങ്ങൾ ഈ 3-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്ന ഇതാണ്, എ ബിലീവർ മേ ഫേസ് two main challenges. Number 1, disappointing, depressing situations. നിങ്ങൾക്കെല്ലാവർക്കും, എനിക്കും, നമുക്കെല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്, ചില സാഹചര്യങ്ങൾ നമ്മെ ഭയങ്കരമായി നിരാശപ്പെടുത്തുന്ന, വിഷാദത്തിലാക്കുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകേണ്ടി വരും. നമ്പർ 2, ഫാൾസ് ടീച്ചിങ്സ്. ദുരുപദേശങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് വരും. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 11 മുതലുള്ള വചനങ്ങളിൽ 5 വിധ ശുശ്രൂഷകരെ കർത്താവ് തന്നതുപോലും ദുരുപദേശത്തിൻ്റെ കാറ്റുകളിൽ അടിച്ച് ഉലഞ്ഞ് നമ്മുടെ ജീവൻ തകർക്കപ്പെടാതിരിക്കാനാണെന്ന് എഴുതിയിട്ടുണ്ട്. പൗലോസ് എന്നിട്ട് പറയുന്നത് എന്തെന്നറിയാമോ? പോൾ ഈസ് ആസ്കിങ് പീപ്പിൾ ടു ഓവർകം ദീസ് 2. ഇതിനെ 2 നിങ്ങൾ ജയിക്കണം. 1, നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെ തന്നെ, നിങ്ങളുടെ മനസ്സ് കർത്താവിലേക്ക് ഉയർത്തി സന്തോഷിക്കാൻ പഠിക്കണം. 2, ദുരുപദേശങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കി തള്ളിക്കളയാം. 2 ശ്രദ്ധിച്ചായിരുന്നു എല്ലാവരും. വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരു ദിവസം പല പ്രാവശ്യം നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ വരില്ലേ?
അതിലെല്ലാം ഓവർകം ചെയ്ത് വേണ്ടേ അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് കാലുവയ്ക്കാൻ. ഇത് പ്രധാനപ്പെട്ടതല്ലേ. 2, ദുരുപദേശങ്ങൾ നമ്മുടെ അടുക്കൽ എത്തുന്നില്ലേ? ധാരാളം കള്ള ശുശ്രൂഷകർ ഈ ഭൂമിയിലുണ്ട്. അവർ ജനത്തെ വഞ്ചിക്കുവാൻ വേണ്ടി അനാവശ്യമായ തെറ്റുപദേശങ്ങളെല്ലാം പറയും. ഇതിൽ നമ്മൾ ചെന്ന് പെടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? നല്ല ഉപദേശം മാത്രം കേൾക്കുക. അതെങ്ങനെ അറിയാം? ദൈവം ആരെയാണോ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചാക്കിയത് അവരുടെ പുറകെ പോവുക. എല്ലാറ്റിൻ്റെയും പുറകെ പോകരുത്, എല്ലാ ശുശ്രൂഷകരുടെയും പുറകെ പോകരുത്. 1-ാം വചനം ഇംഗ്ലീഷിൽ കൂടെ ഞാൻ വായിക്കുകയാണ്. ഫൈനലി മൈ ബ്രദേഴ്സ് റിജോയ്സ് ഇൻ ദ ലോർഡ്. ഇറ്റ് ഈസ് നോ ട്രബിൾ ഫോർ മീ ടു റൈറ്റ് ദ സെയിം തിങ്സ് ടു യു അഗെയിൻ. ഒരേ കാര്യം വീണ്ടും നിങ്ങൾക്ക് ഞാൻ എഴുതുന്നതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ആവർത്തനം കൊണ്ട് ഞാൻ മുഷിയുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുക, ആൻഡ് ഇറ്റ് ഈസ് എ സേഫ് ഗാർഡ് ഫോർ യു. ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതും ഈ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ സുരക്ഷാ കവചമാണ്. അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ദ ലോ ഓഫ് റെപ്പറ്റീഷൻ, ആവർത്തന തത്വം എന്ന് പറയുന്നത്. Paul is writing the same things again and again. ഒരേ കാര്യം വീണ്ടും വീണ്ടും അദ്ദേഹം പല ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. We can see things repeated in many of his letters. എഴുതുന്ന കത്തുകളിൽ പല പ്രാവശ്യം ഒരേ കാര്യം അങ്ങനെയും ഇങ്ങനെയും തന്നെയും പിന്നെയും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ജീസസ് ഡിഡ് ദ സെയിം തിങ്. ഇത് തന്നെയല്ലേ കർത്താവും ചെയ്തത്. കർത്താവ് എ ഗുഡ് പ്രീച്ചർ, എ ഗുഡ് ടീച്ചർ ഓൾവേസ് റിപ്പീറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ആവർത്തിക്കും. ഇപ്പോൾ ഒരു സ്കൂൾ എടുത്താൽ നല്ല ടീച്ചേഴ്സ് ചെയ്യുന്നത് ഒരേ കാര്യം പല പ്രാവശ്യം പല വേർഡ്സ് ഉപയോഗിച്ച് കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ച് അത് അവരുടെ തലയിൽ അടിച്ച് കയറ്റും. എന്നിട്ട് അവസാനം ഒരു റിവിഷനും കൂടെ വെക്കും. റിവൈസ് എന്ന് പറഞ്ഞാൽ അതേ കാര്യം വീണ്ടും ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ റിവിഷനുമൊക്കെ ചെയ്യിപ്പിക്കുന്ന, ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്ന ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുടെ വിജയ ശതമാനം കൂടുതലായിരിക്കും. കേരളത്തിലുള്ള ആളുകൾ, മലയാളികൾ ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ച് കഴിക്കുന്ന ഭക്ഷണമാണ് ചോറും കറിയും, റൈസ് ആൻഡ് കറീസ്. അപ്പോൾ ചില കുടുംബങ്ങളിൽ രാവിലെ ഉച്ചക്കും വൈകിട്ടും ചോറും കറിയാണ്. ആർക്കും കുഴപ്പമില്ല. ആവർത്തിച്ച് സെയിം സാധനം കഴിക്കുന്നത്, ആർക്കും മടുക്കുന്നുമില്ല. അതങ്ങനെയാണ്. ഞങ്ങൾ ഇന്തോനേഷ്യയിൽ ചെന്ന സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്കും രാത്രി അത്താഴത്തിനും ഒരേ ഭക്ഷണമാണ്. അതിൽ കുറച്ച് മീൻ, കുറച്ച് ചിക്കൻ, കുറച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള റൈസ്, അങ്ങനെ കുറേ സാധനങ്ങൾ, സബ്ജി, ഇതെല്ലാം കാണും. രാവിലെ കുക്ക് ചെയ്ത് ടേബിളിൽ വെച്ചാൽ അതേ സാധനം തന്നെയായിരിക്കും ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അവിടെ എല്ലാം മൂടി വെച്ചേക്കുക. വൈകിട്ടും അത് തന്നെ. 1-2 ദിവസമായപ്പോഴേക്കും ഞങ്ങൾക്കങ്ങ് മടുത്തു. കാരണം നമ്മുടെ രീതിയിലുള്ള കുക്കിംഗ് അല്ലല്ലോ. പക്ഷേ അവിടുത്തുകാർക്ക് അതൊരു വിഷയമല്ല. ആവർത്തിക്കുന്നത് കൊണ്ട് ആരോഗ്യം കിട്ടുന്നു അവർക്ക്. അപ്പോൾ വി ഷുഡ് ഓൾസോ ഈറ്റ് ദ ബ്രെഡ് ഓഫ് ലൈഫ് എവറി ഡേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ജീവൻ്റെ അപ്പം. നമ്മൾ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ ബ്രെഡ് ആൻഡ് ബട്ടറാണ് മെയിൻ സാധനം. ഇവിടെ വി ഷുഡ് ഓൾസോ ഈറ്റ് ദ ബ്രെഡ് ഓഫ് ലൈഫ് എവറി ഡേ. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ജീവൻ്റെ അപ്പം ഭക്ഷിക്കണം. പക്ഷേ ജനങ്ങളുടെ പ്രത്യേകത, ദൈവവചനത്തിലേക്കൊക്കെ വരുമ്പോൾ, പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ, പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ ന്യൂ തിങ്സ് ആൻഡ് ന്യൂ മെസ്സേജസ്. പുതിയ കാര്യങ്ങളുണ്ടാകണം, പുതിയ പ്രസംഗം കേൾക്കണം. ഇങ്ങനെയൊക്കെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും. ഒരേ കാര്യം തന്നെ കേട്ടുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ഇഫ് ദ തിങ്ക് ദേ ഹാവ് ഹേർഡ് ഇറ്റ് വൺസ് ദേ ക്ലോസ് ദ ഹാർട്ട്. സാധാരണ ആളുകൾ, ഇത് അന്ന് ഞാൻ കേട്ട ഇതേ കാര്യം തന്നെ ബ്രദർ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ്, അതോടുകൂടി അവരുടെ ഹൃദയം അങ്ങ് ക്ലോസ് ചെയ്ത് കളയും. എന്നാൽ ആവർത്തിച്ച് കേൾക്കുകയാണെങ്കിൽ യേശു പഠിപ്പിച്ചതുപോലെ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ, ബൈബിളിൽ ഒരു ആവർത്തന പുസ്തകം ഉണ്ടെന്ന് ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. കാരണം ആവർത്തന പുസ്തകം ഉള്ളതുകൊണ്ട് ദൈവവും പലതും ആവർത്തിക്കാറുണ്ട്. എന്തിന്? നമ്മുടെ ഗുണത്തിന്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായി മാറാൻ വേണ്ടിയാണ് കർത്താവ് അത് ചെയ്യുന്നത്.
ഞാൻ ഇന്ന് ഓർക്കുന്നു, ശുശ്രൂഷയൊക്കെ തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ ചില ദൈവദാസന്മാരുടെ ഓഡിയോ കസറ്റുകൾ, അന്ന് കൊച്ചു ഓഡിയോ കസറ്റുകളുണ്ട് വണ്ടിയിലൊക്കെ, ഓഡിയോ പ്ലെയറുകളിൽ ഇട്ട് കേൾക്കാം. അതൊക്കെ കുറഞ്ഞത് 25 പ്രാവശ്യമൊക്കെയാണ് ഞാൻ ചില വചന ശുശ്രൂഷ കേട്ടിട്ടുള്ളത്. കാരണം കേട്ടിട്ടും മതിയാകുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. വൺ ഓഫ് ദ സൈൻസ് ഓഫ് എ ബിലീവർ ഈസ് ജോയ്. ഒരു വിശ്വാസിയെ എങ്ങനെ തിരിച്ചറിയാം? പരസ്പരം സ്നേഹിക്കുന്നത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവർക്കും അറിയാം, അതൊരു വശത്തുണ്ട്. എന്നാൽ മറ്റൊന്നാണ് ജോയ്, സന്തോഷം. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, സന്തോഷമാണ് ദൈവ പൈതലാണെന്നതിൻ്റെ ഒരു ലക്ഷണം, ഒരു അടയാളം എന്ന് എഴുതി വെക്കുക. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട്, സന്തോഷമാണ് ഒരാൾ ദൈവ പൈതലാണ്, വിശ്വാസിയാണ് എന്നതിൻ്റെ ഒരടയാളം. പൗലോസ് പറയുന്നതനുസരിച്ച് എ ബിലീവേഴ്സ് ജോയ് ഈസ് ഇൻഡിസ്ട്രക്റ്റിബിൾ. ഒരു വിശ്വാസിയുടെ സന്തോഷത്തെ ഒരിക്കലും തല്ലിക്കെടുത്താൻ സാധ്യമല്ല. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, ട്രെയിൻഡ് ആണെങ്കിൽ, മെച്യൂർഡ് ആണെങ്കിൽ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സന്തോഷത്തെ ഒരിക്കലും ആർക്കും തല്ലിക്കെടുത്താൻ സാധ്യമല്ല. ഇഫ് യു ഗാഡ് യുവർ ഹാർട്ട്. അതുകൊണ്ടാണ് പൗലോസ് ദി ആർട്ട് ഓഫ് റിജോയ്സിങ്, എങ്ങനെ ഇതിനെ പറയേണ്ടത്, ഈ സന്തോഷിക്കുവാനുള്ള കല എന്ത് ചെയ്തു? ജയിലുകളിൽ പോലും താൻ പ്രാക്ടീസ് ചെയ്തു. ജയിൽ കിടന്നാൽ പോലും സന്തോഷത്തിനൊരു കുറവില്ല. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടില്ലേലും, ഷെയർ കിട്ടിയാലും കിട്ടിയില്ലേലും, വിചാരിച്ചതുപോലെ മാർക്ക് കിട്ടിയാലും ഇല്ലേലും, കുടുംബജീവിതം വിചാരിച്ച പോലെ വന്നാലും ഇല്ലേലും, എന്താണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ കർത്താവ് തയ്യാറായിരിക്കും. വിശ്വാസിയുടെ സന്തോഷത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. വിശ്വാസികളുടെ സന്തോഷം സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നില്ല എന്നതിൻ്റെ ഉദാത്തമായൊരു തെളിവാണ് അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാരാഗൃഹത്തിൽ അവരെ കൊണ്ടുപോയി ഇടുന്നതും, കൂടാതെ അവരെ അർദ്ധരാത്രിയിൽ ഒരു സാഹചര്യമില്ലാത്ത സമയത്ത് പാടി ദൈവത്തെ ആരാധിക്കുന്നതും. നമ്മുടെ ശരീരത്തെ തല്ലിച്ചതച്ച് കഴിഞ്ഞാൽ വാസ്തവത്തിൽ വല്ല സ്തോത്രവും ഹല്ലേലൂയയും വല്ലതും പുറത്തേക്ക് വരുമോ? നമ്മൾ ആകപ്പാടെ തകർന്നു പോകും. പക്ഷെ ഇവരുടെ മനസ്സിനെ അവർ മാറ്റിയെടുത്തു. അപ്പോൾ പൗലോസും ശീലാസും കൂടി പാട്ടുപാടി ജയിൽ വിളിച്ചു. അതാണ് നമ്മളവിടെ കാണുന്നത്. കൂടാതെ സിംഗിങ് ഇൻ ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് എ പവർഫുൾ ആമുനിഷൻ ടു ഡെസ്ട്രോയ് ഈവൻ ദ വെൽ ബിൽറ്റ് ജയിൽസ്. വളരെ ശക്തമായ രീതിയിൽ പണിതുയർത്തിയ ജയിലുകളാണെങ്കിൽ പോലും കർത്താവിലെ സന്തോഷത്തിലാണ് പാടുന്നതെങ്കിൽ അതൊരു ശക്തിയേറിയ ആയുധമായിട്ടാണ് ദൈവം ഉപയോഗിക്കുന്നത്. ആയുധശേഖരമായിട്ട് ഉപയോഗിച്ചെന്നിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ദൈവവചനം വളരെ നന്നായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അപ്പോൾ തന്നെ അഥവാ നമ്മളൊരു തടവിലാക്കപ്പെട്ടാൽ, എന്തെങ്കിലും ഒരു പെർസിക്യൂഷൻ വന്നാൽ, നമുക്കതിന് മുകളിൽ ഉയർന്ന് സന്തോഷിക്കുവാനുള്ള വകുപ്പ് ഉണ്ടായിരിക്കുക വേണം. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാരാഗൃഹ മുറിക്കകത്ത് നിന്നും ഉയർന്നു വന്നത് ആരാധനയാണ്. ചോദ്യം, വാട്ട് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് യുവർ സെൽ? നിങ്ങൾ കിടക്കുന്ന മുറിയിൽ നിന്ന് എന്താ പുറത്തേക്ക് വരുന്നത്? ആരാധനയാണോ, പെറുവിറുപ്പാണോ എന്നൊക്കെയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഓർക്കേണ്ട ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ദ വേൾഡ് വാണ്ട്സ് ടു പുഷ് യു ഡൗൺ. ലോകം നിങ്ങളെ അടിച്ച് അമർത്താൻ, കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ ദ ഹോളി സ്പിരിറ്റ് വാണ്ട്സ് ടു പുൾ യു അപ്പ് ഫ്രം ഹിയർ. പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. there is a push pull going on. ഇങ്ങനെ താഴേക്ക് ഈ ലോകം വലിച്ചിരുത്താൻ ശ്രമിക്കുന്നു, കർത്താവ് നമ്മളെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഇങ്ങനെ ഒരു പുഷ് പുൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. If you yield to the pull of the Holy Spirit, you will be victorious. പരിശുദ്ധാത്മാവ് നമ്മൾ മുകളിലേക്ക് വലിക്കുമ്പോൾ കൂടെ പോകാമെങ്കിൽ നമ്മൾ ജയാളികളാകും. Rejoicing in the Lord does not depend on the circumstances we are in. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സന്തോഷം ഒരിക്കലും സാഹചര്യങ്ങളെ കണക്ട് ചെയ്തല്ല ഇരിക്കുന്നത്. Irrespective of the negative situations of life, we can rejoice in the Holy Spirit. പരിശുദ്ധാത്മ നിറവിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. Because the Holy Spirit is the internal supply of joy in the Lord. കർത്താവിൽ നമുക്ക് ആന്തരികമായ സന്തോഷത്തെ സപ്ലൈ ചെയ്യുന്ന
ഒരാളുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്. ദ ജോയ് ഓഫ് ദ ലോർഡ് ബ്രിങ്സ് ഡൗൺ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇത് മാത്രമല്ല, ക്രിസ്തുവിലുള്ള സന്തോഷം, കർത്താവിലെ സന്തോഷം ദൈവ സാന്നിധ്യത്തെ ഇറക്കി കൊണ്ടുവരികയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ചില സമയത്തൊക്കെ തമാശയായിട്ട് പറയുന്നൊരു കാര്യമാണ്, ദൈവമക്കൾ കുറേ പേര് കൂടി വന്ന്, ഒരു 10 പേര് 12 പേര് കുറച്ച് പേര് ദൈവമക്കൾ കൂടി വന്ന് ചുമ്മാ അങ്ങ് ചിരിച്ചാൽ മതി, സന്തോഷിച്ച് ചിരിച്ചാൽ മതി. ചിലപ്പോൾ എന്തെങ്കിലും ജോക്ക് പറഞ്ഞിട്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചിരിക്കുക, ഭൂതങ്ങൾ വിട്ടു. സന്തോഷിക്കുന്നൊരു വ്യക്തിത്വത്തിൽ ഭൂതങ്ങൾക്ക് കുടിയിരിക്കാൻ സാധ്യമല്ല. എന്നാൽ ദുഃഖത്തിലേക്കും ഭയത്തിലേക്കും വിഷണ്ണ മനസ്സിലേക്കും പോയാൽ പിശാചുക്കൾ വന്ന് കൂടുകൂട്ടും. ഭയങ്കര ഇഷ്ടമാണ് ദുഃഖം. അപ്പോൾ വളരെ പെട്ടെന്ന് സന്തോഷിക്കുവാനുള്ള വകുപ്പുകൾ പറയാൻ പോവുക. നമ്പർ 1, റിജോയ്സ് ബിക്കോസ് യുവർ നെയിംസ് ആർ റിട്ടൺ ഇൻ ഹെവൻ. നിങ്ങളുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കാൻ, സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കാൻ നിങ്ങൾ സന്തോഷിപ്പിക്കും. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾക്കൊന്നും ഈ ഭൂമിയിലില്ലേലും നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാനുള്ള 100% വകുപ്പുണ്ട്. ഒന്നുമില്ലേലും. ലൂക്കോസ് 10:20 നമ്മളത് കാണുന്നത്. ഹൗവർ ഡു നോട്ട് റിജോയ്സ് ദാറ്റ് ദ സ്പിരിറ്റ് സബ്മിറ്റ് ടു യു. വലിയ ശുശ്രൂഷ നടന്നു, ഭൂതങ്ങൾ പുറത്തുപോയി. അതിലല്ല സന്തോഷിക്കേണ്ടത്. ബട്ട് റിജോയ്സ് ദാറ്റ് യുവർ നെയിംസ് ആർ റിട്ടൺ ഇൻ ഹെവൻ. എന്നാൽ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പിക്കും. അടുത്തത്, ലേൺ ടു റിജോയ്സ് ഈവൻ ഇൻ സോറോസ്. ദുഃഖങ്ങളുടെ നടുവിലും സന്തോഷിക്കാൻ പഠിക്കണം. 2 Corinthians 6:10. 2 Corinthians 6:10 സോറോഫുൾ യെറ്റ് ഓൾവേസ് റിജോയ്സിങ്, പുവർ ബട്ട് മേക്കിംഗ് മെനി റിച്ച്, ഹാവിങ് നത്തിങ് ആൻഡ് യെറ്റ് പൊസസിങ് എവറിത്തിങ്. പൗലോസ് പറയുന്നൊരു സൈകയാണിത്. ഇവിടെ പറയുകയാണ്, ഞങ്ങൾ ദുഃഖിതരെങ്കിലും സന്തോഷിക്കുന്നു, ഞങ്ങൾ ദരിദ്രരെങ്കിലും ഞങ്ങൾ അനേകരെ സമ്പന്നരാക്കുന്നു. ഹാവ് നത്തിങ് ആൻഡ് യെറ്റ് പൊസസിങ് എവറിത്തിങ്. എല്ലാം, ഒന്നുമില്ലേലും എല്ലാം ഉള്ളവരെ പോലെ അങ്ങ് ജീവിക്കും. ഇതിൻ്റെ പേരാണ് ആർട്ട് ഓഫ് ലിവിങ്, ദ ആർട്ട് ഓഫ് ലിവിങ്. നമ്പർ 3, റിജോയ്സ് ഇൻ ദ സ്പിരിറ്റ്. സന്തോഷിക്കാനുള്ള 5 കാരണങ്ങൾ, വകുപ്പുകളാണ് പറയുന്നത്. 1, സ്വർഗത്തിൽ പേരെഴുതിയിട്ടുണ്ടോ? എത്ര പേരെഴുതിയിട്ടുണ്ട്? ചെയ്യിക്കണം, സന്തോഷിക്കണം. 2, ദുഃഖങ്ങളുടെ നടുവിൽ സന്തോഷിക്കാൻ പഠിക്കണം. അതൊരു ഭയങ്കര ട്രെയിനിങ് ആണ്, അതിലേക്ക് പോകണം. 3, റിജോയ്സ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ ആനന്ദിക്കാൻ പഠിക്കണം. എഫെസ്യർ ലേഖനം 5:18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഡു നോട്ട് ഗെറ്റ് ഡ്രങ്ക് ഓൺ വൈൻ. വീഞ്ഞു കുടിച്ചാലും മത്തരാകരുത്. വിച്ച് ലീഡ്സ് ടു ഡിബേർച്ചറി. അതിനാൽ ദുർനടപ്പുണ്ടാവും. ഇൻസ്റ്റഡ് ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. എന്നാൽ പകരം ആത്മാവിൽ നിറഞ്ഞവരാകണം. എന്നിട്ട് എന്ത് ചെയ്യണം? സ്പീക്കിംഗ് ടു വൺ അനദർ വിത്ത് സാംസ്, ഹിംസ് ആൻഡ് സോങ്സ് ഫ്രം ദ സ്പിരിറ്റ്. ആത്മാവിൽ നിന്നുള്ള പാട്ടുകളും ഒക്കെയായിട്ട്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഹൃദയങ്ങളിൽ പാടി കർത്താവിൽ സന്തോഷിക്കുകയും സ്തുതിക്കുകയും വേണം. സിങ് ആൻഡ് മേക്ക് മ്യൂസിക് ഫ്രം യുവർ ഹാർട്ട് ടു ദ ലോർഡ്. പാടുകയും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടുക, ഹൃദയത്തിൽ കർത്താവിന് പാടുക. അപ്പം അങ്ങനെ ഒരു ജീവിതം ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. 4-മത്തത് സന്തോഷിക്കാനുള്ള വകുപ്പ്, റിജോയ്സ് ഈവൻ ഇൻ സഫറിങ്സ്. കഷ്ടതയിൽ പോലും സന്തോഷിക്കണം. 1 Petrus 4:12-13. Dear friends, do not be surprised at the fiery ordeal that has come on you to test you, as though something strange were happening to you. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അതിശയകരമായ കാര്യം എന്ന് വെച്ച് ഒന്നും അതിശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അഗ്നിശ്വാദന പോലെയുള്ള കാര്യങ്ങൾ വന്നാൽ പോലും അതിൽ നിങ്ങൾ അതിശയപ്പെടേണ്ട. 13-ാമത്തെ വചനത്തിൽ, ബട്ട് റിജോയ്സ് ഇൻ ആസ് മച്ച് ആസ് യു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ കൂടുതൽ പങ്ക് കിട്ടുന്നവരെ സന്തോഷിച്ചോളാൻ. കാരണം അതിന് റിവാർഡുണ്ട്. നമ്പർ 5, വി ഷുഡ് ലേൺ ടു റിജോയ്സ് ഓൾവേസ്. അടുത്ത പൗലോസ് പറയുന്നത്, എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ. എല്ലായ്പ്പോഴും തന്നെ നമുക്ക് സന്തോഷിക്കാനുള്ളൊരു വകുപ്പ് ഉണ്ടാക്കി തരുന്നു. 1 തെസ്സലോനിക്കർ 5:14, റിജോയ്സ് ഓൾവേസ്. യോഹന്നാൻ 16:22, സോ വിത്ത് യു നൗ ഈസ് യുവർ ടൈം ഓഫ് ഗ്രീഫ്, ബട്ട് ഐ വിൽ സീ യു അഗെയിൻ ആൻഡ് യു വിൽ റിജോയ്സ്. ആൻഡ്
നോ വൺ വിൽ ടേക്ക് അവേ യുവർ ജോയ്. ശക്തിയേറിയൊരു വാക്തത്വമാണ് കർത്താവ് ഈ യോഹന്നാൻ 16:22 പറഞ്ഞിരിക്കുന്നത്. നോ വൺ വിൽ ടേക്ക് അവേ യുവർ ജോയ്. നിങ്ങളുടെ സന്തോഷത്തെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ സാധ്യമല്ല. നോ വൺ ക്യാൻ സ്റ്റീൽ യുവർ ജോയ്. കൈനീട്ട കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ വചനങ്ങൾ ഉള്ളിൽ കൊള്ളട്ടെ, ഉള്ളിലേക്ക് കുത്തി തുളച്ച് കയറട്ടെ. കർത്താവിന് വേണ്ടി ജീവിക്കാൻ എല്ലാവരെയും കർത്താവ് നീ സഹായിക്കണമേ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനാണ് നന്ദി. ആസ്മാരോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹെർണിയ പോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ബ്ലീഡിങ് നിൽക്കട്ടെ. ട്യൂമറുകൾ മാറിപ്പോട്ടെ. കൈനീട്ടം. ഏത് രോഗത്തിലും വിഷയത്തിലും കർത്താവെ അങ്ങ് അത്ഭുതകരമായ വിടുതൽ കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. നാളത്തേത് മുടങ്ങരുത്. അനേകർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു. ബൈ.